കട മറിച്ച് ആ പഗ്ഗിന്റെ ആ ലിയമോളെ മേടിച്ച കഥ വലിയൊരു കഥയാട്ടോ. എങ്ങനെയൊക്കെ ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടും ചേട്ടൻ ഒരു പട്ടിക്കുട്ടി അവിടെ കൊണ്ടുവരാൻ സമ്മതിക്കത്തില്ല. ഈ പഗ്ഗിനെ എനിക്കങ്ങ് ഭയങ്കര ഇഷ്ടം, പലയിടത്ത് നിൽക്കുന്നതാണ്. അങ്ങനെയാണ് ഞാനൊരു ദിവസം പോത്തങ്കോടോട് വന്നപ്പോൾ അവിടുത്തെ കടയിൽ ഈ പഗ്ഗിന്റെ കുട്ടിയുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ എത്ര രൂപയാന്ന് ചോദിച്ചപ്പോൾ 12,000 രൂപയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെല്ലെ പെല്ലെ ആ മാസത്തെ ശമ്പളം 2 മാസം വെയിറ്റ് ചെയ്ത്. അപ്പോൾ 2-ാം മാസത്തിൽ വെയിറ്റ് ചെയ്ത് ശമ്പളവും കൊണ്ട് വന്നപ്പോൾ കടയിലെ പട്ടിക്കുട്ടികളെല്ലാം തീർന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ്, ചേച്ചി പിന്നെ ഇവിടോട്ട് പോകുന്നിടത്തുണ്ട്, എവിടെ ഞാണ്ടൂർ കോണത്തോട്ട് പോകുന്നിടത്തുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് അവിടെ അങ്ങ് പോവാൻ അറിഞ്ഞൂടാ മോനെ, ഒറിജിനൽ പക്കാന്ന് പറഞ്ഞു, വോഡോഫോണിന്റെ പക്കാന്ന് പറഞ്ഞു. അത് 14,000 രൂപയാവുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മോനെ, എൻ്റെ കയ്യിൽ 12,000 രൂപയേ ഉള്ളൂ, എനിക്കൊരു കുഞ്ഞിനെ നീ മേടിച്ച, പക്ഷേ അന്ന് 10 രൂപ കൊടുത്താൽ മതിയായിരുന്നു. ഞാൻ മണ്ടബുദ്ധിയായിട്ടല്ലേ ഞാൻ കൊണ്ടുചെന്ന് ഈ പട്ടിക്കുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്ന്. ഇത്രയേ ഉള്ളൂ, ഇച്ചിരിയേ ഉള്ളൂ, ഇല്ല ഇത്രയേ ഉള്ളൂ ബാബുസ്വാമി എന്ന് പറയുന്നത്, ഇത്രയേ ഉള്ളൂ. അതിനെ കൊണ്ടുവന്ന് വണ്ടിയുടെ ചേട്ടൻ വന്നപ്പോൾ ഇങ്ങനെ